എന്തായിരുന്നു ഏട്ടാ വൈകിയത്? എത്ര നേരമായി ഞാൻ കാത്തിരിക്കണത്. നമുക്കൊന്ന് പുറത്ത് പോവാം, എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഇന്ന് സാലറി കിട്ടിയ ദിവസമല്ലേ? താനെങ്ങോടാ ഈ റെഡിയായി നിൽക്കുന്നേ? അത് കൊള്ളാം. ഇന്ന് സാലറി കിട്ടിയിട്ട് പുറത്ത് പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അരുണേട്ടൻ വേഗം ചെന്നിട്ട് വാ, ഇന്ന് പുറത്തുനിന്ന് കഴിക്കാം നമുക്ക് ഭക്ഷണം. എടോ, ഷോപ്പിംഗ് ഒക്കെ പിന്നെ ആകാം, ഞാനാകെ ടയേർഡാണ്. അരുണേട്ടാ. പോകാൻ വന്നോ? വാ, അമ്മ ചായ എടുത്തു വെക്കാം. അമ്മ എടുത്തു വെക്ക്, ഞാനൊന്ന് കയ്യും മുഖവും കഴുകിയിട്ട് വരാം. അമ്മേ, രേഷ്മയ്ക്ക് എന്താണ് ഫീസ് അടക്കേണ്ടത്? ഈ ആഴ്ചയാണെന്നാണ് അവൾ പറഞ്ഞത്. ഓ, IAS പഠിക്കണല്ലേ? അരുണേട്ടൻ്റെ ഈ നിസ്സാര ശമ്പളത്തിൽ നിന്ന് ഈ കണ്ട ചെലവും കഴിഞ്ഞിട്ട് ഇനി രേഷ്മയെ പഠിപ്പിച്ച് വലിയ എൻജിനീയർ ആക്കാനിട്ട. സംഗീതേ, സാരമില്ല മോനെ, സംഗീത പറയുന്നതിലും കാര്യമുണ്ട്. ഞാൻ ചായ എടുത്തു വെക്കാം. അമ്മേ പോലെ ദാ. സാധാരണ കല്യാണം കഴിഞ്ഞ ഭർത്താവ് സാലറി ഭാര്യയുടെ കയ്യിലാണ് കൊടുക്കുന്നത്. ഇവിടെ എപ്പോഴും അമ്മയുടെ കയ്യിൽ തന്നെ. മോളെ, ദാ ഇത് വെച്ചോ. ആരുടെ കയ്യിലിരുന്നാലെന്താ, ചെലവ് കഴിഞ്ഞാൽ പോരെ. ഇതേ, താനീ കാണിക്കുന്നതൊന്നും ശരിയല്ല കേട്ടോ. എൻ്റെ അരുണേട്ടാ, ഞാനിപ്പോൾ ഈ പൈസ എടുത്ത് അലമാരിയിൽ വെച്ച് പൂട്ടാനൊന്നും പോണില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് തന്നെ ചെയ്യും. അരുണേട്ടനിപ്പോൾ പോയി ചായ കുടിക്ക്. വിലാസിനി ചേച്ചിയേ. എന്തു മീനാ കല്യാണി? കരിമീനുണ്ട്, നെമ്മീനുണ്ട്, ചെമ്മീനുണ്ട്. വിലാസിനി ചേച്ചിക്ക് എന്താ വേണ്ടേ? നല്ല പിടക്കണ മീനാണ്. കൂട്ടത്തിനൊന്നും കിട്ടിയിട്ടില്ല. കരിമീൻ എന്താ വില? കരിമീൻ കിലോ 400, നെമ്മീൻ 800. ഓ, എന്ത് വിലയാടി ഇത്? എൻ്റെ വിലാസിനി ചേച്ചി, ഇപ്പം നിങ്ങൾ ഈ മീൻ കൊണ്ടുപോയി കറി വെക്ക്, എന്നിട്ട് പൈസയൊക്കെ പിന്നെ തന്നാൽ മതി. ഞാൻ ചോദിച്ചാ. എന്ത് മീനാ കല്യാണി? കരിമീനും നെമ്മീനും ചെമ്മീനും ഉണ്ട് കൊച്ചേ. വിലയൊക്കെ എങ്ങനെയാണ്? അതൊക്കെ വിലാസിനി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് കൊച്ചേ. ഇവിടെ വിലാസിനി ചേച്ചിയല്ല, ഞാനാ കാര്യങ്ങൾ തീരുമാനിക്കണേ. വില പറയണം പിള്ളേ. കരിമീൻ കിലോ 400, നെമ്മീൻ 800. അയ്യോ, 400 രൂപയോ? ഇവിടെ ഈ മീൻ തിന്നാനുള്ള കഴിവൊന്നുമില്ല. കല്യാണി ചെന്നാട്ടെ. മാസം 400 രൂപയ്ക്ക് മീൻ തിന്നാനൊന്നുള്ള കഴിവ് അരുണേട്ടനില്ല.